ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. കുട്ടികൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളും വഴക്കും ഇല്ലാതാക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ടിപ്സ് ഉപകാരപ്പെടും. നമ്മൾ പാരൻസ് ഒന്ന് ശ്രമിച്ചാൽ ഈസി ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. 7 ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യത്തേത്, കുട്ടികൾ വഴക്ക് തുടങ്ങി അതൊരു കരച്ചിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുക. നമ്മുടെ മക്കളുടെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇത് നന്നായിട്ട് കളിക്കാനാണോ അല്ല തല്ലുകൂടി പിരിയാനാണോ ഇവർ കളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കി വെക്കുക. വഴക്ക് മൂത്ത് വരുമ്പോൾ തന്നെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുക. അതായത് ഫിസിക്കലായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു മാറ്റണം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക, കുട്ടികൾ ആദ്യം വഴക്ക് കൂടുന്നത് ചെറിയ കാര്യത്തിനായിരിക്കും. പക്ഷെ പിന്നെ അത് മൂത്ത് ഫിസിക്കലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവസാനം കരയുന്നത് തല്ലീന്നും പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. രണ്ടാമത്തെ ടിപ്പ്, പാരൻസ് കൂളായിരിക്കുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ചാടിപ്പോയി പ്രശ്നം കൂടുതൽ വഷളാക്കാതെ കുട്ടികളുടെ ഇടയിലേക്ക് പോകുന്നത് പ്രശ്നം പരിഹരിക്കാനാണെന്നുള്ള ബോധത്തോടു കൂടി മാത്രം ഇടയിലേക്ക് പോവുക. കൂളായി നിൽക്കുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. കാരണം ഇതിന് മുൻപ് ഷെയർ ചെയ്ത 2 വീഡിയോസിലൂടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളോട് പെരുമാറേണ്ട രീതിയും അതുപോലെ തന്നെ കുട്ടികൾ ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ കുട്ടികൾ ആദ്യം തന്നെ പിടിച്ചു മാറ്റണം, ഫിസിക്കലായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുട്ടികളെ 2 ഭാഗത്തേക്ക് ആക്കുന്ന സമയത്ത് കുട്ടികളോട് സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കണം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ഇപ്പം സമയമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒന്ന് സമാധാനപ്പെടുത്തണം. നമ്മളിങ്ങനെ പറയുന്ന സമയത്തും കുട്ടികൾ അതൊന്നും ചെവി കൊടുക്കാതെ ചിലപ്പോൾ കരയുന്നുണ്ടാവാം. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷെ സമാധാനത്തിൽ അല്ലെങ്കിൽ ചെവിയിൽ രഹസ്യം പറയുന്ന പോലെയൊക്കെ പറഞ്ഞു തരാം, ഒരു കാര്യം പറഞ്ഞു തരാം, അമ്മ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളിങ്ങനെ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഐഡിയാസൊക്കെ നിങ്ങൾ എടുക്കുക. അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണ് ഫലിക്കുക എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയാം. അപ്പോൾ പറ്റുന്ന ഐഡിയാസൊക്കെ നിങ്ങൾ ആ സമയത്ത് എടുക്കുക. ആ സമയത്തൊന്നും തന്നെ ഫൈറ്റിനെ കുറിച്ച് ചോദിക്കാതിരിക്കുക. പ്രത്യേകിച്ചും 2 കുട്ടികളെ ഒരുമിച്ച് നിർത്തിയിട്ട് എന്താണ് കാരണം എന്നുള്ളത് ആ സമയത്ത് തന്നെ ചോദിക്കാതിരിക്കുക. ആ സമയത്ത് അവർ ഭയങ്കര പ്രഷറിലായിരിക്കും. അങ്ങനെ പ്രഷറിലിരിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാത്തതാണ് ഏറ്റവും നല്ലത്. അവരുടെ എനർജി ഡൗൺ ആവും, ടയേർഡായാൽ നമ്മൾക്ക് തന്നെയാണ് പണിയാവുന്നത്. ടയേർഡായാൽ അറിയാമല്ലോ, അവർ കൂടുതൽ കരച്ചിലും ബഹളമൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ചെയ്യുക. ഏകദേശം കുട്ടികൾ കൂളായി എന്ന് കണ്ടതിന് ശേഷം മാത്രം അവരെ ഒറ്റയ്ക്ക് ഇരുത്തി മാത്രം അവരോട് പ്രശ്നം ചോദിക്കുക. ആദ്യം 2 പേരോടും സെപ്പറേറ്റ് ആയിട്ട് പ്രശ്നം ചോദിച്ചതിന് ശേഷം നിങ്ങൾ സൊല്യൂഷൻ ആദ്യം കണ്ടുപിടിക്കുക. ശേഷം മാത്രം കുട്ടികളെ 2 ഒരുമിച്ച് വിളിച്ചിട്ട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. 4ാമത്തെ കാര്യം, കുട്ടികളോട് നിങ്ങൾ പെരുമാറുന്നത് അവരുടെ ഏജ് കൂടി കണക്കിലെടുത്താവണം. 2 വയസ്സായ കുഞ്ഞിനെയും 6 വയസ്സുള്ള കുട്ടിയെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് 2ഉം 3ഉം ഒക്കെ വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇതുപോലെ തല്ലുകൂടിയോ കരയൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർ ചെറിയ ടോയ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ കരയുന്നത്. അപ്പം അവരോട് നമുക്ക് ഒരുപാട് പറയാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ വലിയ ട്രിക്സ് എടുക്കാനോ ഒന്നുമില്ല. അപ്പം അവരെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം കാണിച്ച് അവരുടെ മൈൻഡ് മാറ്റിയാൽ മാത്രം മതി. പെട്ടെന്നുള്ള കരച്ചിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാനൊക്കെ ചെയ്തിരുന്നത്, ഒന്നുകിൽ 2 പാത്രമൊക്കെ കൊടുത്ത് അതിൽ മുട്ടി കളിക്കാൻ വേണ്ടി 2 സ്പൂണൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു കുഞ്ഞു കിണ്ണത്തിലൊക്കെ വെള്ളം എടുത്തിട്ട് അതിൽ 2-3 ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ കാണുന്നിടത്ത് തന്നെ ഇരുത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരച്ചിൽ നിൽക്കും. കൂടുതലായിട്ട് വാശി പിടിക്കാനൊന്നും ആവില്ല. കുഞ്ഞു കുട്ടികളുടെ മൈൻഡ് പെട്ടെന്ന് മാറ്റിയെടുക്കാനും കരച്ചിലൊക്കെ മാറ്റി അത് ശരിയാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന കുഞ്ഞു കളികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്തുതരാം. മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുതരാം. നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. 5, നെഗറ്റീവായുള്ള താരതമ്യപ്പെടുത്തൽ ഒഴിവാക്കുക. നീ മൂത്തതല്ലേ, അവൻ ഇളയതല്ലേ, ആ കുഞ്ഞിൻ്റെ ബുദ്ധി പോലും നിനക്കില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുട്ടികൾക്ക് മൂത്തതും അല്ലെങ്കിൽ ഇളതും ഒന്നുമില്ല. അവർക്ക് കളിച്ചാൽ വിജയിക്കണം, തോറ്റാൽ അടികൂടണം, തോൽവിയെയും അതിലെ നഷ്ടത്തെയൊക്കെ മറച്ചു പിടിക്കണം. അതിൽ കൂടുതലൊന്നും അവർ ചിന്തിക്കാറില്ല. വലിയവരെ പോലെ കാട് കയറി ചിന്തിച്ചിട്ടൊന്നുമല്ല തല്ലുകൂടുന്നത്. അവരെല്ലാം അപ്പപ്പോൾ പൊട്ടിത്തെറി കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൽ പകവരാണ് ചെയ്യുന്നത്. അതായത് മൂത്ത കുട്ടിക്ക് ഇളയതിനോട് ദേഷ്യം വരെയും അല്ലെങ്കിൽ ഇളയതിന് മൂത്തതിനോട് ദേഷ്യം വരെ ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്തിട്ടുള്ള സംസാരം നമ്മൾ മാതാപിതാക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അവരുടെ മനസ്സിലൊരു പകയോ ദേഷ്യമൊന്നും വരുത്താത്ത വിധത്തിൽ എപ്പോഴും നല്ല കൂളായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക.
കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ പകയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമല്ല പ്രവർത്തിക്കുക. അവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലും നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് പരസ്പരം ദേഷ്യം വരാൻ വേണ്ടി കാരണമാവുന്നത് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. പുറത്ത് നിന്നുള്ള ആൾക്കാരുടെ സംസാരം അവരെ നന്നായിട്ട് സ്വാധീനിക്കും. അതായത് ചിലർ കുട്ടികളോട് സംസാരിക്കുന്നത് തന്നെ കുട്ടികളെ കൂടുതൽ പ്രഷർ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. കുട്ടികളുടെ മനസ്സിൽ പലതും കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അനിയത്തി വരുന്നത്. പിന്നെ എനിക്കൊരു 7 വയസ്സായി, അനിയത്തിക്ക് ഒരു 2 വയസ്സൊക്കെ ഉള്ളൊരു ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അനിയത്തിയെ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സമയത്തൊന്നും എൻ്റെ അനിയത്തിയെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം മറ്റുള്ളവർ വീട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ പറയും, ഇനി നിന്നെ വേണ്ട, ഇനി ഈ കുഞ്ഞിനെയാണ് വേണ്ടത്, നമുക്ക് വേറെ വാവേനെ കിട്ടിയല്ലോ. അപ്പോൾ അതുവരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ 5 വയസ്സ് വരെ ഒറ്റ കുട്ടിയായിട്ട് നടന്നിരുന്ന എനിക്ക് എൻ്റെ വീട്ടിൽ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ അനിയത്തി വന്നതിന് ശേഷം എല്ലാവരും ഈ ഒരു വാക്കൊക്കെ എടുത്ത് പറയുമ്പോൾ പിന്നെ അനിയത്തിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ആ സമയത്ത് ശരിക്കും നോക്കിയിരിക്കുമായിരുന്നു. അതായത് അനിയത്തിക്ക് ഉമ്മ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തു കൊടുക്കുന്നുണ്ടോ, അവൾ കുഞ്ഞാണെന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ഥാനം പോയി എന്നുള്ള ആ ഒരു നഷ്ടബോധമാണ് എനിക്കുള്ളത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ മക്കളോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ മനസ്സിന് വിഷമമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും കമ്പയർ ചെയ്തും കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിഷമാവുകയും അല്ലെങ്കിൽ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ ദേഷ്യം വരുന്നത് മുഴുവൻ അവരുടെ സിബ്ലിങ്ങിനോടായിരിക്കും. നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന കാലം മുതൽ തന്നെ മൂത്ത കുട്ടികളോട് വയറ്റിലുള്ള കുട്ടിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും ഇനി വരാൻ പോകുന്ന ആളുടെ കാര്യമൊക്കെ നോക്കേണ്ടത് നിങ്ങൾ മൂത്ത കുട്ടികളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു സിബ്ലിംഗ് ലവ് എന്ന് പറയുന്നത് അത് ആദ്യമേ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കുട്ടികളുടെ ബുദ്ധി പോലും ഇല്ല, അല്ലെങ്കിൽ തീരെയും ബുദ്ധിയില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സംസാരിക്കുന്ന മുതിർന്ന ആൾക്കാരുണ്ട്. അത് അവർ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തുടങ്ങാറുണ്ട്. അതായത് മൂത്ത കുട്ടികളോട് ഇളയ കുട്ടീനെ കുറിച്ച് ഇനി നമുക്ക് ബേബീനെ കിട്ടിയല്ലോ എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തുടങ്ങാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഇപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എങ്ങനെ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയവർ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇത് കുട്ടികളുടെ മനസ്സിലൊരു വേദനയായിട്ട് നിൽക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവണം. പരമാവധി മൂത്ത കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ള ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ചെറിയ കുഞ്ഞിനോട് ദേഷ്യം വരാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾ പറ്റുമെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഹോസ്പിറ്റലിലേക്ക് മൂത്ത കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക. അതായത് മറ്റുള്ളവരുടെ സംസാരം ഒഴിവാക്കാൻ വേണ്ടി. 6ാമത്തെ ടിപ്പ്, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റാതെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കുക. അതായത് ഈ വക കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഇന്ന പോലെയുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്കിന്ന് ശരിക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന യൂട്യൂബേഴ്സ്. അവരൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉറപ്പുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ബന്ധം പുലർത്തുക. 7ാമത്തെ ടിപ്പ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നോർമലി ആർക്കായാലും വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ വരും മക്കൾ തല്ലുകൂടെയും വാശിയാണിക്കൊക്കെ ചെയ്യുമ്പോൾ. കാരണം നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഒരുപാടുണ്ടാവും. വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രഷർ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രഷർ നമ്മുടെ മക്കളോട് കാണിച്ചാൽ സിറ്റുവേഷൻ കൂടുതൽ മോശമാണ് ചെയ്യുന്നത്. നമ്മളുടെ വിഷമം ദേഷ്യമായിട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, തിങ്കേഴ്സ്, മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അമ്മമാരാണ് പ്രചോദനം എന്ന്, എന്ത് വിഷമത്തിലും കൂളായിരിക്കും എന്ന്. അപ്പോൾ നമ്മളും അതുപോലെ ഒരു അമ്മയാണ്. മക്കൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി ആയിരിക്കണം കിട്ടുന്നത്. ഒരിക്കലും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മക്കളുടെ മനസ്സിൽ നിങ്ങൾ മാറാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ പോസിറ്റീവായിട്ട് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ മക്കൾ നാളെ നിങ്ങളെക്കുറിച്ചും പറയും. എപ്പോഴും പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന പാരൻസിനോട് മക്കൾക്ക് ഭയങ്കര അകലായിരിക്കും. നമ്മൾക്ക് വരുന്ന പെട്ടെന്നുള്ള പ്രഷറായിരിക്കാം നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അത് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളത് ആദ്യമേ ചിന്തിക്കുക. നിങ്ങൾ ഓൾറെഡി കഷ്ടപ്പെടുന്നുണ്ട് മക്കൾക്ക് വേണ്ടി. ആ കഷ്ടപ്പെടുന്ന രീതി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ, അതായത് കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫ് നല്ല സക്സസ് ആകും. അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ലൈഫ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും.
നിങ്ങളുടെ മക്കൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ടിപ്സും മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള പാരൻറ്റിംഗ് ടിപ്സും ഒക്കെ മതി എല്ലാം മാറ്റിയെടുക്കാൻ. വളരെ കുരുത്തക്കേടും വാശിയും കൂടിയ കുട്ടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് തീരെയും കൺട്രോൾ കിട്ടാത്ത കുട്ടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളൊന്ന് കമൻറ്റിൽ കൂടി അവരുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മക്കൾ നന്നാവില്ല എന്ന് ആദ്യമേ തന്നെ വിധിയെഴുതാതെ എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുവാണെങ്കിൽ ഇതേ പ്രശ്നമുള്ള കുട്ടികളുടെ അമ്മമാർക്കും നിങ്ങൾക്കും പരസ്പരം ഇതിനെക്കുറിച്ച് കമൻറ്റിലൂടെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുള്ള വേദിയാവും. കൂടാതെ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അറിവിലുള്ള കുട്ടികളുടെ പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പാരൻറ്റിംഗ് ടിപ്സ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറ്റുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.